പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 നവംബർ 14 വ്യാഴം. പ്രധാന വാർത്തകൾ. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുത കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്തതിന് 2 വിദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സുഹാർ വിലായത്തിലായിരുന്നു സംഭവം. വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് ROP അറിയിച്ചു. പ്രവാസി മലയാളികളുടെ കലാസാഹിത്യ അഭിരുചികളെ കണ്ടെത്താനും അവയുടെ പരിപോഷണത്തിനുമായി കലാലയം സാംസ്കാരിക വേദി ഒമാൻ നാഷണൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 14ാമത് എഡിഷൻ പ്രവാസി സാഹിത്യോത്സവ് നാളെ അൽഹൈലിൽ നടക്കും. രാവിലെ 8:30 മുതൽ പ്രിൻസ് പാലസിൽ കലാമാമാങ്കത്തിന് തുടക്കം കുറിക്കും. സാഹിത്യോത്സവിന്റെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക സമ്മേളനം വൈകിട്ട് 7 മണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് KP രാമനുണ്ണി ഉദ്ഘാടനം ചെയ്യും. സുരക്ഷാ മാനദണ്ഡങ്ങളും ഒമാനി നിലവാരവും പാലിക്കാത്ത വൈദ്യുത ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കരുതെന്ന് ഉപഭോക്താക്കൾക്ക് നിർദ്ദേശവുമായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഇറക്കുമതി ചെയ്യുന്ന കമ്പനികൾക്കും അധികൃതർ താക്കീത് നൽകി. ഇത് ജനങ്ങളുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും ഹാനികരമാകുമെന്നും അപകടത്തിനും തീപിടുത്തത്തിനും സ്വത്തുക്കൾ നശിക്കാനും കാരണമാകുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വാങ്ങുന്ന ഉപകരണങ്ങൾക്ക് മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുള്ളതാണോ എന്നും ഗൾഫ് നിലവാരമുണ്ടോ എന്നും QR കോഡും പ്രത്യേക അടയാളവും പരിശോധിച്ചാൽ മതി. ഉപയോഗിക്കുന്നതിന് മുമ്പ് നിർദ്ദേശങ്ങളും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും വായിക്കുകയും വേണം. ഉപഭോക്താക്കളുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. നിശ്ചിത നിലവാരമുണ്ടോയെന്ന് മന്ത്രാലയത്തിലെ ഗൃഹോപകരണ ലാബിൽ പരിശോധിക്കാവുന്നതാണ്. ഇന്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷന്റെ നിലവാരം പാലിക്കുന്നുണ്ടോയെന്നും ലാബ് പരിശോധിക്കും. നിശ്ചിത സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉപകരണങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കാനാണിത്. ദേശീയ ഉൽപ്പന്ന സുരക്ഷാ സർട്ടിഫിക്കറ്റിനുള്ള പ്രധാന കേന്ദ്രമാണ് ഗൃഹോപകരണ ലാബ്. വ്യത്യസ്ത ശേഷിയുള്ള വാട്ടർ ഹീറ്ററുകൾ, ഡ്രൈം സ്റ്റീം ഇസ്തിരിപ്പെട്ടി, ഹെയർ ഡ്രയർ, കാർ ബാറ്ററി തുടങ്ങിയവ പരിശോധിക്കുന്നുണ്ട്. ഭാവിയിൽ മറ്റ് വൈദ്യുത ഉൽപ്പന്നങ്ങളും പരിശോധിക്കും. ഓൺലൈനിലും മറ്റുമായി വൻതോതിൽ വ്യാജവും നിലവാരം കുറഞ്ഞതുമായ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ട്. എന്നാൽ ഒറിജിനൽ ആണ് ഉപഭോക്താക്കൾ വാങ്ങേണ്ടത്. ഒറിജിനൽ ഉൽപ്പന്നങ്ങൾക്ക് പ്രവർത്തന ഗ്യാരണ്ടിയും ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യും. വ്യാജ ഉൽപ്പന്നങ്ങൾ എളുപ്പം കേടാകുകയും തീപിടിക്കുകയും ജീവൻ വരെ അപകടത്തിലാക്കാനും കാരണമാകും. ഒമാനിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വാദി ബനി ഖാലിദിൽ വിവിധ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ അധികൃതർ. പ്രദേശത്തിന്റെ തന്നെ മുഖച്ഛായ മാറ്റുന്ന വിവിധ പദ്ധതികളാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇവ നടപ്പിലാക്കുന്നതിന് കമ്പനികളിൽ നിന്നും അധികൃതർ ടെൻഡർ ക്ഷണിച്ചു. അൽ ഖാബിൽ വിലായത്തിലെ അൽ മുദരൈബ് മാർക്കറ്റിന്റെ വികസനം ഉൾപ്പെടെ വിവിധ നവീകരണങ്ങൾ നടപ്പിലാക്കും. ഈ മാസം 18-ന് മുമ്പ് ടെൻഡർ സമർപ്പിക്കണമെന്ന് അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഒമാൻ ഫലസ്തീൻ പോരാട്ടം ഇന്ന് രാത്രി 8 മണി മുതൽ ബൗഷറിലെ സുൽത്താൻ കാബൂസ് സ്പോർട്സ് കോംപ്ലക്സിൽ മത്സരം ആരംഭിക്കും. വിജയവഴിയിൽ തിരിച്ചെത്താനാകും. ചെമ്പട ഇന്ന് ബോട്ടുകെട്ടുകയാണെങ്കിൽ 3ാം ഘട്ടത്തിലെ ആദ്യ ജയം തേടിയാകും ഫലസ്തീൻ ഇന്ന് കളത്തിലിറങ്ങുക. സ്വന്തം നാട്ടിലും ആരാധകർക്ക് മുമ്പിലും കളിക്കാൻ സാധിക്കുന്നത് ഏറെ സന്തോഷം നൽകുന്നതാണെന്നും ഇന്നത്തെ മത്സരത്തിൽ വിജയം ഏറെ പ്രധാനമാണെന്നും ഒമാൻ പരിശീലകൻ റഷീദ് ജാബിർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ടീമിലെ ഏതൊരു താരത്തിന്റെയും കഴിവിനെയും വിശ്വസിക്കുന്നു. പരിചയസമ്പന്നരും പുതുമുഖങ്ങളും സ്ക്വാഡിലുണ്ട്. കഴിഞ്ഞ മത്സരങ്ങളിൽ ഫലസ്തീൻ മികച്ച പ്രകടനമാണ് നടത്തിയത്. എന്നാൽ തന്റെ കളിക്കാർ അവസരത്തിനൊത്ത് ഉയരുമെന്ന് ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾ മത്സരത്തിനായി കഠിനാധ്വാനം ചെയ്തു, ജോലിയിൽ ആത്മാർത്ഥത പുലർത്തുകയും ചെയ്യുന്നു. ബാക്കിയുള്ളത് സർവശക്തന്റെ കൈകളിലാണെന്നും റഷീദ് ജാബിർ പറഞ്ഞു. ഇന്നത്തെ മത്സരം എളുപ്പമായിരിക്കില്ലെന്ന് ഒമാന്റെ മുന്നേറ്റ താരം മൊഹസിൻ അൽ ഗസാനി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിജയം മാത്രമാണ് ലക്ഷ്യം. അതിനായി ടീം പൂർണ്ണമായും തയ്യാറാണ്. കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്നും നിരവധി കാര്യങ്ങൾ പഠിച്ചു. എന്നാൽ ഇപ്പോൾ നാളത്തെ കളിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നമ്മുടെ സ്വന്തം മണ്ണിലും ആരാധകരുടെ മുന്നിലും ഞങ്ങളുടെ രൂപം എപ്പോഴും വ്യത്യസ്തമാണ്. ആരാധകരെ സന്തോഷിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ സ്വപ്നമെന്നും മുഹ്സിൻ അൽ ഗസാനി പറഞ്ഞു.
ചില ഓൺലൈൻ സ്റ്റോറുകളും വെബ്സൈറ്റുകളും സാമൂഹ്യ മാധ്യമങ്ങളിലെ അക്കൗണ്ടുകളും ദേശീയ ചിഹ്നങ്ങളും രാജകീയ മുദ്രകളും ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായി ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഓൺലൈൻ വഴി വിൽപ്പന നടത്തുന്ന വസ്തുക്കളിലും ഇവ ഉപയോഗിക്കുന്നതിന് അനുമതി വേണമെന്ന് മന്ത്രാലയം അറിയിച്ചു. നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയുണ്ടാകും. രാജകീയ മുദ്രകൾ അനുമതിയില്ലാതെ ഉപയോഗിച്ചാൽ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രാലയം നേരത്തെ തന്നെ ഉണർത്തിയിരുന്നു. സ്വകാര്യ സ്ഥാപനങ്ങൾ, വാണിജ്യ കമ്പനികൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, വിവിധ വാണിജ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ ലൈസൻസ് ഇല്ലാതെ രാജകീയ മുദ്രകൾ ഉപയോഗിക്കുന്നതിന് വിലക്കിയിട്ടുണ്ട്. ഇവ ഉപയോഗിക്കുന്നതിന് ലൈസൻസ് നേടണമെന്ന് മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയത്തിൽ അപേക്ഷിച്ച് ലൈസൻസ് നേടാനാകും. അനുമതിയില്ലാതെ രാജ്യത്തിന്റെ പതാകയും ഭൂപടവും ഉപയോഗിച്ചാൽ കർശന നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും മന്ത്രാലയം അറിയിച്ചു. അതേസമയം ലൈസൻസ് ഇല്ലാതെ രാജകീയ മുദ്രകൾ ഉപയോഗിക്കരുതെന്ന നിർദ്ദേശത്തിന് പിന്നാലെ മന്ത്രാലയം വ്യാപക പരിശോധന നടത്തിവരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് മന്ത്രാലയം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ നിയമം ലംഘിച്ച് വിൽപ്പനയ്ക്കു വെച്ച ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. ദേശീയ ദിനാഘോഷം അടുത്തെത്തിയതോടെ രാജ്യത്തെ വാണിജ്യ സ്ഥാപനങ്ങളിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ വിൽപ്പനയ്ക്കെത്തിയിട്ടുണ്ട്. എന്നാൽ മുൻകൂട്ടി ലൈസൻസ് നേടാതെ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കില്ല. തെക്കൻ ഷർക്കിയയിലെ അൽ സലീൽ നാച്ചുറൽ പാർക്കിൽ 3 നിക്ഷേപ അവസരങ്ങൾ പ്രഖ്യാപിച്ചു. ഇക്കോ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് 220 ചതുരശ്ര കിലോമീറ്ററിൽ പരന്നുകിടക്കുന്ന റിസർവിൽ പരിസ്ഥിതി അതോറിറ്റി നിക്ഷേപകരെ ക്ഷണിക്കുന്നത്. സൂറിൽ നിന്ന് 57 കിലോമീറ്റർ അകലെയാണ് അൽ സലീൽ നാച്ചുറൽ പാർക്ക്. വൈവിധ്യമാർന്ന അക്കേഷ്യ മരങ്ങൾ, താഴ്വരകൾ, കുന്നുകൾ, അറേബ്യൻ ഗസൽ കാട്ടുപൂച്ചകൾ, അറേബ്യൻ ചെന്നായ്ക്കൾ, ചുവന്ന കുറുക്കൻ, ഈജിപ്ഷ്യൻ കഴുകൻ എന്നിവയ്ക്ക് പുറമെ വിവിധതരം ആമകളും പക്ഷികളും ഈ പ്രദേശത്തിന്റെ സവിശേഷതയാണ്. അറേബ്യൻ ഗസലുകളുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ആവാസ കേന്ദ്രങ്ങളിലൊന്നാണ് ഈ റിസർവ്. ഏറ്റവും പുതിയ പഠനങ്ങൾ അനുസരിച്ച് ആഗോള കന്നുകാലികളിൽ 7% അൽ സലീൽ നാച്ചുറൽ പാർക്കിലാണ് കാണപ്പെടുന്നത്. ഒമാന്റെ ബജറ്റ് വിമാന കമ്പനിയായ സലാം എയർ 3 രാഷ്ട്രങ്ങളിലേക്ക് കൂടി സർവീസ് ആരംഭിക്കുന്നു. അർമേനിയ, കെനിയ, സൊമാലിയ എന്നിങ്ങനെ 3 പുതിയ അന്താരാഷ്ട്ര ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള സ്ഥിരം സർവീസുകളാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അനുമതി നൽകിയിരിക്കുന്നത്. 2024 ഡിസംബർ 28-ന് അർമേനിയൻ തലസ്ഥാനമായ യെരവാനിലേക്ക് പ്രതിവാര വിമാനങ്ങളും ജനുവരി 15 മുതൽ കെനിയയിലെ നെയ്റോബിയിലേക്ക് 3 പ്രതിവാര വിമാനങ്ങളും ജനുവരി 16 മുതൽ സൊമാലിയയിലെ മൊഗാദിഷുവിലേക്ക് ആഴ്ചയിൽ 2 സർവീസുകളും നടത്തുമെന്ന് സലാം എയർ അറിയിച്ചു. T20 ക്രിക്കറ്റ് ടൂർണമെന്റിൽ നെതർലാൻഡിനെതിരെ തുടർച്ചയായ 2ാം ജയം സ്വന്തമാക്കി ഒമാൻ. ആമിറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ 5 പന്തുകൾ ബാക്കി നിൽക്കെ 3 വിക്കറ്റുകൾക്കാണ് ഒമാന്റെ വിജയം. ടോസ് നേടിയ ഒമാൻ ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത നെതർലൻഡ് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 138 റൺസെടുത്തു. 31 പന്തിൽ 34 റൺസെടുത്ത കോളിൻ അക്കർമാൻ, 20 പന്തിൽ 33 റൺസെടുത്ത നൂഹ് ക്രോസ് എന്നിവരാണ് നെതർലാൻഡിന് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. ഒമാന് വേണ്ടി മുസഹിർ റാസ 3ഉം ആമിർ ഖലീം 2 വിക്കറ്റുകൾ വീഴ്ത്തി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.